ഹായ് 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 ചെങ്ങന്മാരെല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വാരണാസിയിലെത്തിയത് സത്യം പറഞ്ഞാൽ നമ്മളുടെ 3ാമത്തെ ദിവസമാണ്. പക്ഷേ എങ്കിൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ട് 2ാമത്തെ ദിവസമാണെന്ന്. ഇന്ന് നമ്മൾ പോകുന്നത് സർനാഥിലേക്കാണ്. സർനാഥിലേക്ക് നമ്മൾ പോകുന്നത് നമ്മളുടെ വണ്ടി ആയിട്ടല്ല കേട്ടോ. ഇവിടുന്ന് ഏകദേശം 10-12 കിലോമീറ്ററൊക്കെ ഉണ്ട് കൊണ്ടാണ്ട്. നമ്മൾ നമ്മുടെ വണ്ടി എടുക്കുന്നില്ല, വണ്ടി ഇവിടെ തന്നെ നിർത്തിയിട്ട് പോകാനാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇന്നത്തെ ഒരു ദിവസം കൂടി ഇന്നും നാളെ നമ്മൾ ഇവിടുന്ന് വിടും. അത് വാരണാസി വിടണം എന്നാണ് കരുതുന്നത്. വിടായിരിക്കും, എന്തോ തീരുമാനിച്ചില്ല. രാത്രിയോട് കൂടിയൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ധാരണ കിട്ടും. ഏതായാലും നമ്മൾ സർനാഥിലേക്ക് പോകുന്നത് അവിടെ എന്താ കാണാനുള്ളത് വെച്ചാൽ അവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കണം അല്ലേ. പിന്നെ നമ്മൾ പോകുന്നത് വല്ല ഓട്ടോറിക്ഷ അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷ ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. 12 കിലോമീറ്റർ എത്ര ചാർജ് വരുമെന്നൊന്നും അറിയില്ല. ഞാൻ ഓട്ടോറിക്ഷ എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഈ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ, വണ്ടി പോകുന്ന തിരക്ക് തന്നെ. പക്ഷേ എങ്കിൽ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഇനിയിപ്പോൾ ഓല് തട്ടിയാലും ഓല് തമ്മിൽ തീർത്തോളും. പക്ഷെ നമ്മളെ വണ്ടി ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇന്നലെ തന്നെ സൈക്കിളിന് ചെറുതായിട്ടൊന്ന്, കാരണം അത്രയും തിരക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ സൈക്കിളുകൾ വരികയാണ്. അപ്പോൾ അതാ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കറങ്ങുന്നതൊക്കെ നമ്മൾക്ക് മറ്റുള്ള ഇവിടുത്തെ ചെറു വണ്ടികളൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ പോവാം. ഏതായാലും അങ്ങനെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ നിൽക്കുക. അതെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണമെന്നാ. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. കുക്കിംഗ് നമ്മളിപ്പോൾ ഇവിടെ 2 ദിവസമായിട്ട് നമ്മളിവിടെ ചെയ്തിട്ടില്ല, 2-3 ദിവസമായിട്ട് ഇവിടെ ചെയ്തിട്ടില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി കുക്ക് ചെയ്യുന്നുള്ളൂ. അതുവരെ ഇവിടുന്ന് പുറത്തുനിന്ന് കഴിക്കാൻ ഒന്ന് വേറെ. ഇവിടെ നമ്മൾക്ക് നല്ല പാർക്കിംഗ് തന്നെയാണ്, നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ എങ്കിൽ ഈ പാർക്കിങ്ങിലേക്ക് വരുന്ന ആളുകളൊക്കെ 2 സൈഡിലും വന്ന് അതുകൊണ്ട് നമുക്കൊരു വൃത്തിയില്ല ഇവിടെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ തോന്നാത്തത്. സാരല്ല, നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ദിവസം നാളത്തെ ദിവസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും, പുറത്തേക്ക് ചാടും. ഏതായാലും പുറത്തേക്ക് ചാടുമെന്ന് പറയും. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണെന്നുള്ളത് നമ്മളിപ്പോൾ തീരുമാനിക്കണം അല്ലേ. എന്നാൽ പോയൊക്കെ നമുക്ക് നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ്. നമുക്ക് അങ്ങനെ വെച്ച് പിടിക്കാം റോഡിലേക്ക്. ഇവിടെ നമ്മൾക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇവരുടെ ഓട്ടോ എടുത്താൽ മതി. ഇവരെന്താ വെച്ചാൽ ഒരു ഷെയർ ഓട്ടോ ടൈപ്പിൽ അത് ചെയ്യാം. അപ്പോൾ ഞങ്ങളങ്ങനെ കയറിയിട്ടുണ്ട്. ഇനി നോക്കിക്കൊണ്ട് നമ്മൾ പോകുമ്പോഴുള്ളൊരു തിരക്ക് കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ശരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടുത്തെ ഓട്ടോറിക്ഷയുടെ മറ്റൊരു പ്രത്യേകതയാണത്. അതായത് ഈ ഗ്ലാസ് ഉള്ളിലായിരിക്കും വെക്കുക, പുറത്ത് വെക്കൂല. കാരണം അത് തട്ടിപ്പോകും. ഇതൊക്കെ പിന്നെ പുതിയ ഒരു വണ്ടിയാണ്, നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല രസമുള്ളൊരു വണ്ടിയാണ് അല്ലേ. പിന്നെ ഇവിടെ ഈ ഒരു ഇവിടുത്തെ ചെറിയ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ഫുൾ പവർ ആയിട്ടുണ്ട് എല്ലാവർക്കും. ഗൈസ്, ഞങ്ങളുടെ വണ്ടിക്കാരനെ ഞങ്ങളെ ഇറക്കി അല്ലേ. അതായത് മൂപ്പർക്ക് വേറെ ട്രിപ്പ് ഉണ്ട്, എന്താ അറിയില്ല. ഞങ്ങളെ ഇറങ്ങിയ വണ്ടിയിൽ നിന്ന് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആദ്യം ചായയോട് കുടിക്കാം. ഇനി ചായ കുടിച്ചിട്ടാക്കി ബാക്കി പരിപാടി. അതാവും നല്ലത്. ഇനിയിപ്പോൾ ഇവിടുന്ന് വേറെ വണ്ടി കിട്ടും. നമ്മുടെ വണ്ടി ഇല്ലാതെ പരമാവധി ഇത് നടന്ന് എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. മറ്റേ നമ്മളിങ്ങനെ വണ്ടി ഓട്ടി എനിക്കത് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റാറില്ല. കാരണം നമ്മൾ ഫുള്ളായിട്ട് മുന്നേക്ക് ഇങ്ങനെ നോക്കി പോവല്ലേ. ഇവിടെ ഒന്നാണ് കണ്ണ് പേച്ചാൽ പോയേ. ഇവിടെ ആണെങ്കിൽ ഇവന്മാരുടെ ശല്യം ചില്ലറയല്ല. ഇപ്പോൾ വേറൊരു വണ്ടീൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോകുന്നു കേട്ടോ. അതപ്പോൾ അതിൻ്റെ രസം. നമുക്ക് നല്ല കറങ്ങും കേട്ടോ. നമുക്ക് ഇതും കൂടെ ഒന്ന് എടുത്ത് നോക്കണം, സൈക്കിൾ റിക്ഷ. നല്ല രസമായിരിക്കും. ഇതിങ്ങനെ പോയി ഞങ്ങളൊരു എന്താ പറയുക, ഒരു മാർക്കറ്റ് ഏരിയയിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് തന്നെയാണ്, പോകുന്ന വഴിയാണ്. പക്ഷേങ്കിലുള്ള തിരക്കുണ്ട്. ഞങ്ങൾ ബൈക്ക്, സ്കൂട്ടി അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടാണ് ഇവരുടെ മെയിൻ യാത്ര എന്ന് പറയുന്നത്. അതെല്ലാ ഗ്യാപ്പിൽ കൂടെയും കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പച്ചക്കറി മാർക്കറ്റ് ഉണ്ടാവും, പച്ചക്കറിയാണ്, ധാരാളം പച്ചക്കറിയാണ്. പിന്നെ ഈ ബൈക്കുകൾ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ കയറിപ്പോരും. ഇത് ഇവിടെ മുന്നിൽ ഒരാളെ കയറ്റി പോകുന്നതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. അതിനൊന്നും ഇവിടെ ഫൈനൊന്നും ഇല്ലോണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ വരെ മൈൻഡ് ആക്കുന്നില്ല പോലീസുകാർ. അല്ലാതെ ഇവിടെ വേറെ മാർഗമല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കൂടെയാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പോകുന്ന വാഹനങ്ങളുണ്ടല്ലോ, ഇത് നമ്മൾക്ക് അങ്ങോട്ടൊരു 20 രൂപയ്ക്കൊക്കെ വീണ്ടും പോകാൻ വേണ്ടി പറ്റും. ഇപ്പം എന്ത് സംഭവം ചോദിച്ചാൽ, ഫസ്റ്റ് നമ്മൾ പോകുന്ന വണ്ടി ഉണ്ടല്ലോ, ആ ചെങ്ങയ്ക്ക് ട്രിപ്പ് വന്നിക്കണോണ്ട് ഓന് കോള് വന്നപ്പോൾ നമ്മളവിടെ ഇറക്കി കഴിച്ചു. അതപ്പോൾ പറ്റേ ഓന് 30 രൂപ കൊടുക്കേണ്ടി വന്നു. ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾക്ക് 40 രൂപ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എത്രയായി? അപ്പോൾ അതാ പറഞ്ഞ അങ്ങനത്തെ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ
ഇതിലെങ്ങനെ നടക്കാൻ അതുപോലെ തന്നെ ഈ ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യാനുള്ള കാരണം ഇവരെ ഈ ഒരു വാരണാസിയിലെത്തിയിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നമ്മൾ ഇതുവരെ എവിടെ ഇങ്ങനെ ഓട്ടോയ്ക്കോ സൈക്കിൾ വണ്ടിയിലൊന്നും പോയില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒന്ന് പോയി നോക്കുക. ഇതൊക്കെ ധാരാളം ഇവിടെ ഉണ്ടല്ലോ. എത്രത്തോളം നമ്മളെ ചാമ്പൊന്നും അറിയില്ല. നമ്മൾ പരമാവധി ചാമ്പ നിന്ന് കൊടുക്കരുത് അല്ലേ. പിന്നെ അതിനായിട്ട് ആ ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങളുടെ മലപ്പുറത്തുള്ള ഒരു ഇക്കാൻ്റെ വകയാണ്. അതായത് മൂപ്പരിപ്പോൾ ദുബായിലാണ്. മൂപ്പര വകയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് കിട്ടുക. അപ്പോൾ നല്ല രീതിയിൽ കഴിക്കണം. സെറ്റാട്ടെ. വാരണാസി സിറ്റി വാരണാസി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. നമ്മൾക്ക് ഇനിയൊരു ഷെയർ ഓട്ടോ കിട്ടണം അല്ലേ. ആ ഇവിടെ ഇതിലൊക്കെ വണ്ടികളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ പോവും. അപ്പോൾ അതിലോട്ട് കയറിയാൽ മതി. അതാ വാരണാസി റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഫ്ലാഗൊക്കെ പറക്കണ്ടെങ്കിൽ നമ്മളിവിടെ ട്രെയിൻ വന്ന് ഇറങ്ങിയതല്ലെങ്കിലും കാണുമ്പോൾ ഇറങ്ങാണ് റെയിൽവേ സ്റ്റേഷനെ. ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ടൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ അന്ന് നോക്കുമ്പോൾ അത് ശ്രദ്ധിച്ചില്ല നമ്മൾ അല്ലേ. പക്ഷേങ്കിൽ ഇവിടെ ചിലപ്പോൾ നിൽക്കാൻ എന്താ വണ്ടി നിർത്തിപ്പോയാലേ വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല. ആര് നോക്കണ വണ്ടി അവിടെ അറിയുമ്പോൾ ഓല ഇതിനുള്ളിലാകുമ്പോൾ വണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയില്ല. പോയി നോക്കാം നമുക്ക്. ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇതിന് പുറത്ത് തന്നെ ഒരു എൻജിൻ നടക്കണം. ഒരു ഡിസ്പ്ലേ വയറ് സാധനം. ഞങ്ങൾക്ക് ഞാനൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് നമ്മളുടെ യാത്ര. ഇത് എത്ര ചോദിച്ചില്ല ഞങ്ങൾ. മുമ്പ് പറഞ്ഞപ്പോൾ അത് ഷെയർ ഓട്ടമാണ്. ബാക്കിൽ ആളുകളുണ്ട് വേറെ. ഒരു കയറി കൂടിയേക്കുവാണ്. ഇതിൽ പോകുമ്പോൾ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഈ വണ്ടി ഇവിടെയൊക്കെ ഒരു തട്ടിക്കും. ഇവിടെ ഈ ഒരു എന്താ മേലെ കൂടെ ഹൈവേ ആണെന്ന് തോന്നുന്നു പോകുന്നത്. മേലെ ഹൈവേ ആണ്. അപ്പോൾ ഇവിടെ ഈ താഴത്ത് ഹൈവേയുടെ താഴത്ത് ഇവിടെ ഇലക്ട്രിക് ഓട്ടോകളൊക്കെ ചാർജ് ചെയ്യുന്നൊരു സ്റ്റേഷനാണത്. ഇവിടെ കൊണ്ടുവന്ന് വണ്ടികളൊക്കെ ചാർജ് ചെയ്യുകയാണ് അവർ. ഇപ്പോൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ അടുത്ത് ഞങ്ങൾ ഈ ഒരു ഇലക്ട്രിക്കിലാണ് പോകാൻ വേണ്ടി പോകുന്നത്. സർനാഥിലേക്ക് ഞങ്ങൾ എത്തുന്നത് എത്തരത്തിലാണെന്ന് അറിയില്ല. ഏതായാലും ഞങ്ങൾ ഓരോ വണ്ടികൾ മാറി 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 20 റുപ്യ അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തുമ്പോൾ 200 റുപ്യ ആക്കാമോ? ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. പോയോക്കാം. ഇദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാണ്. ഓക്കെ ബൈ, താങ്ക് യു. ഈ വണ്ടി സ്റ്റാർട്ടായാലും അറിയില്ല കേട്ടോ. സ്റ്റാർട്ടായാലും ഈ വണ്ടി അറിയില്ല. മ്യൂസിയം പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആൾക്കാർ ഇനിയും വരാം. അങ്ങനെ ഞങ്ങൾ സാർനാഥിലുണ്ട്. സാർനാഥിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരുപാട് ഇവിടുത്തെ ടെമ്പിളുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ബോർഡിൽ കണ്ട ഇവിടെ ഒരുപാട് സംഭവങ്ങളിലെ വരച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് സാർനാഥ് സിറ്റി മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ടെമ്പിളുകൾ കാര്യങ്ങൾ മ്യൂസിയം ഒക്കെ ഉണ്ട്. നമ്മളുടെ ആ ഒരു സൈഡിൽ കാണുന്ന അവിടെയാണ് മ്യൂസിയം ഉള്ളത്. പക്ഷേ നമ്മൾ വന്നത് ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ബുദ്ധൻ ഫസ്റ്റ് ഒരു പ്രഭാഷണം നടത്തിയിട്ടുള്ള സ്ഥലമാണ് ഈ സാർനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് അവരുടെ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്തംഭങ്ങളൊക്കെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് ആദ്യം ഇവിടെ ഞങ്ങൾ പോരുന്ന വഴിക്ക് ബുദ്ധൻ്റെ ശിലയുണ്ട്. അതൊന്ന് കണ്ടിട്ട് വരാം. അല്ലടാ നടക്കും. ഇതിൽ ഈ ഒരു ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ധാരാളം കച്ചവടങ്ങളും പാനീയങ്ങളും ഒക്കെ നമ്മൾ കാണാൻ വേണ്ടി പറ്റും. അലങ്കാര ബാഗുകൾ കണ്ടോ, ഹാൻഡ് ബാഗുകളാണ് അതൊക്കെ. ലേഡീസ് ഐറ്റംസ് ആണ് എല്ലായിടത്തും കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഐറ്റംസ്. അപ്പോൾ ഇതിനകത്താണ് ബുദ്ധൻ്റെ ഒരു വലിയൊരു സ്റ്റാച്യു ഉള്ളത്. നമ്മൾ കയറിയൊക്കെ ടിക്കറ്റ് എങ്ങനെ എന്താണ് കാര്യങ്ങളൊന്നും അറിയില്ല. കവാടൊക്കെ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുണ്ടല്ലോടാ അല്ലേ. കവാടൊക്കെ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇതിന് അകത്തേക്ക് കയറുവാണ്. ഇവിടെ ഉണ്ടെങ്കിൽ നല്ലൊരു കവാടമൊക്കെയാണ്, നല്ല ഡിസൈനിലൊക്കെ ആയിട്ടല്ലേ. പിന്നെ ഫുള്ളായിട്ട് നല്ല ഗാർഡനൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല സുന്ദരമായി കിടക്കുന്ന ഒരു ബുദ്ധൻ്റെ ക്ഷേത്രത്തിലേക്കാണ്. ടെമ്പിൾ അത് കാണുന്ന അതാണ് നമ്മൾ. പക്ഷേങ്കിൽ ഇതൊരു ഏകദേശം 80 അടിയോളം ഹൈറ്റ് വരുന്ന ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു ആണ്. ഇതിലുണ്ടെങ്കിൽ താമരക്കുളമാണിത്. താമരയും അതുപോലെ തന്നെ വേറൊരു മഞ്ഞത്താമര. ഇത് അല്ലേ ഒരു മഞ്ഞത്താമര കണ്ടെങ്കിൽ ഇത് ആമ്പലാണ്. വെള്ളക്കുപ്പി അലോഡില്ല. ബാഗൊക്കെ കൊണ്ടുവരാം. വെള്ളക്കുപ്പി അലോഡില്ല. അതെന്താണ് സംഭവം അറിയില്ല. പ്ലാസ്റ്റിക് കൂടെ ഇടാക്കാൻ വേണ്ടിയിട്ടാവാം. പിന്നെ കഴിച്ച് ഞങ്ങളങ്ങനെ ശിലയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്.
ഈ കാണുന്ന ചെറിയൊരു ചാലിൽ ഒരുപാട് ഗാർഡനൊക്കെ ആയിട്ട് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അതിൽ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധൻ്റെ ഒരുപാട് ശിലകളും തന്നെ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു നാഗത്തിൻ്റെ മേലെയാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്നുള്ളതിൽ അല്ലേ. ഇവിടുന്ന് അങ്ങനെ പോയേക്കാം. നമുക്ക് ആ വലുതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം, 2 ഫോട്ടോ എടുക്കുക. എൻട്രി ഫീസ് കാര്യമൊന്നുമില്ല, ഡൊണേഷനാണ്. അതാണോ ഡൊണേഷൻ ബോക്സ് കൊടുത്തിട്ട് ഡൊണേറ്റ് ചെയ്യുക. നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ അല്ലേ. സൂപ്പറായി. ഇതിനെ ചിറ്റാന്നും പറ്റില്ല, ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ. ഇതിനകത്തേക്കൊന്നും കയറാൻ വേണ്ടി പറ്റില്ല അല്ലേ. ഇതിനകത്തേക്കൊന്ന് കയറിയിട്ടൊന്നും അത്രേ ഉള്ളൂ. അതിലൊക്കെ ധാരാളം നല്ല രീതിയിൽ ഫ്ലാഗൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കാണാണ്ട. ഇതിലൊക്കെ ഇങ്ങനെ ഒരു ഫ്ലാഗ് കെട്ടിയിട്ടുണ്ട്. ഏതായാലും ഇതാണ് ബുദ്ധ സ്റ്റാച്യു സർനാഥ്. ഓക്കെ, നമ്മൾ പുറത്തേക്ക് പോവാം. ഇതാണ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇനി നമ്മൾക്ക് മറ്റൊരു ടെമ്പിളും കൂടി വിസിറ്റ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കുന്നതിലൊന്നും പ്രശ്നമല്ല. നമ്മുടെ ചെരുപ്പൊക്കെ ഇവിടെ ഊരി വെക്കുക, എന്നിട്ട് നമുക്ക് അതിനകത്തേക്കൊന്ന് കയറി നോക്കാം. ഇതൊരു ഗോൾഡൻ കളറിലാണ് ബുദ്ധൻ്റെ ഈ ഒരു ശില ഇവിടെ ഉള്ളത്. ഗ്രാനൈറ്റ് പൊട്ടിച്ചിട്ടാണല്ലേ. നല്ല രസമാണ് കാണാൻ. വീഡിയോ എടുക്കുന്നതിൽ വലിയൊരു തടസ്സമൊന്നുമില്ല. നമ്മൾക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്താൽ മതി. എന്നാൽ പിന്നെ ഇനി ഇവിടുന്ന് അടുത്ത് നമ്മൾക്ക് വേറൊരു ടെമ്പിളും കൂടി ഉണ്ട്, ചൈനീസിൻ്റെ. അവിടെയും കൂടി പോകണം. ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്ററിൻ്റെ അറിയോ? കിലോമീറ്ററില്ല, 750 മീറ്ററാണുള്ളത്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ എടുക്കുന്നില്ല, നമ്മൾ ഇതുവഴിയാണ് പോകേണ്ടത്. ഇതുവഴി പോയിട്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട്, റോട്ടിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണതൊക്കെ. വെറുതെ ഇതൊന്ന് മിസ് ചെയ്യണ്ടല്ലോ. ഇവിടെ ഉത്തർപ്രദേശിൽ ചൂടില്ല കേട്ടോ, ചൂടുമില്ല തണുപ്പുമില്ല, നല്ല കാലാവസ്ഥയാണ്. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളവിടെ മഴ ചോർന്ന് കഴിഞ്ഞാലുള്ള കാലാവസ്ഥ എങ്ങനെ, അതുപോലെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്, ഉണർന്നിട്ടില്ല അല്ലേടാ. അതെ, നമ്മൾ ശരിക്കും കാണാൻ വന്ന ടെമ്പിൾ ഇതല്ല. പക്ഷേങ്കിൽ ഞങ്ങൾ ആ ബുദ്ധ സ്റ്റാച്യു കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറി എന്ന് തന്നെ ഉള്ളൂ. ഇതുവഴി ഇങ്ങനെ പോയിട്ട് ഇവിടെയാണ് മ്യൂസിയം ഉള്ളത്. മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി നമ്മൾ മുന്നിലേക്ക് പോകണം. അവിടെയാണ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉള്ളത്. അവിടെയാണ് നമുക്ക് ശരിക്കും ഒന്ന് കാണാനുള്ളത്. സംഭവം എന്താ വെച്ചാൽ ചെറുതന്നെയാണ്, ഇത്ര ചെറുതന്നെയാണ്. പക്ഷേങ്കിൽ നല്ല രസമാണ് ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളൊക്കെ കാണാമെന്ന് പറയുന്നത്, നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങനെ പോകുന്നു. ഈ കാണുന്നത് ഒരു പാർക്കാണ്. ഈ പാർക്കിലേക്ക് നമ്മൾ പക്ഷേ കയറുന്നില്ല അല്ലേ. പാർക്ക് ഞങ്ങൾ എടുക്കുന്നില്ല. ഞങ്ങളങ്ങനെ ഈ ഒരു എന്താ പറയുക ടെമ്പിളിനടുത്തേക്ക് അങ്ങനെ നടന്നു പോവാണ്. വലിയൊരു അലമ്പോ കാര്യമോ ഒന്നുമില്ല. പിന്നെ അതെ, ഒരു വളരെ ശാന്തത കയറിയത് നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാനൊക്കെ തോന്നും. കാരണം അത്രയും നല്ലൊരു സ്ഥലം അല്ലേ ഈ പാർക്കും കാര്യമെല്ലാം. ഞങ്ങളപ്പോൾ അങ്ങനെ ബുദ്ധാസ് ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറുവാണ്. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു അടവാണ് തോന്നുന്നു. ഓ മൈ ഗോഡ്, സംഭവം ചെറുതാണ്, വലിയൊരു ക്ഷേത്രമൊന്നുമല്ല. പക്ഷെ എന്നാലും ഇതിൻ്റെ വർക്കും ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടല്ലോടാ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഗാർഡനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു പച്ചപ്പിനകത്ത് നിൽക്കുന്നൊരു ഫീലാണ് നമുക്കിവിടെ ടോട്ടലി കിട്ടുന്നത്. ചെറുതാണെങ്കിൽ പോലും വർക്കും കാര്യങ്ങളൊക്കെ കാണാനേ അതിമനോഹരമാണ്. 3 വലിയ ഗോപുരങ്ങളായിട്ട് നിൽക്കുന്നതാണ്. ഫുള്ള് CCTV സർവൈലൻസിലാണ്. അതായത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്, മൂലഗന്ധകുടി വിഹാർ എന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇതാക്കണം, ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചാൽ മതി. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. പക്ഷേങ്കിൽ ഈ വർക്കൊക്കെ കാണാനല്ലടാ നല്ല മനോഹരമായിട്ടുണ്ടല്ലേ. 2 സൈഡാണ് മണി തൂക്കിയിട്ടുണ്ട്. അതെ, ഇതൊക്കെ ജയ്പൂരിലെ ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചതാട്ടോ. ജയ്പൂരിലെ ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. അവിടേക്കൊക്കെ കയറുന്നതിന് ഒരു നിയന്ത്രണമുണ്ട്, അതാണ് അങ്ങോട്ട് കയറി. ഇപ്പോഴും അതിൻ്റെ ഫിനിഷിങ്ങൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ മൂലയിലൊക്കെ ബുദ്ധൻ്റെ പല ചെറിയ ചെറിയ ശിലകളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ടൊരു പാർക്കില്ലേ, ആ പാർക്കിൽ ഉള്ളൊരു ഒരു സ്തംഭമാണത്. എൻ്റെ മക്കളെ, ഇത് നല്ല വലിപ്പമുണ്ട്. ഇത് ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്കിത് ഇതിൻ്റെ വലിപ്പം മനസ്സിലാവാത്തല്ലേ. ദമേക് സ്തുംഭ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇത് ഏകദേശം 130 അടി ഹൈറ്റ് വരുന്നുണ്ട്. സത്യത്തിൽ നമുക്ക് അതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ വേണ്ടി പറ്റൂല. അപ്പം ഞങ്ങൾ നിൽക്കുന്ന തന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ജയിലിലിട്ട മാതിരിയാണ്. നമുക്ക് വേണമെങ്കിൽ കയറാം, അതിൽ ടിക്കറ്റ് കൊടുത്ത് കയറാം ആ പാർക്കിക്ക്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ കയറാം. ഇതും തന്നെ ബുദ്ധമതമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം എന്താ വെച്ചാൽ ബുദ്ധിസം പ്രചരിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഇതുപോലത്തെ 84ഓളം
സ്തംഭങ്ങൾ ഇന്ത്യൻ്റെ 4-ാം ഭാഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ ഇത്തരത്തിൽ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഇവിടെയുണ്ടെന്ന് കരുതപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗം കാണുന്ന ആ ഒരു അരക്കെട്ട്, ഈ ഒരു അരക്കെട്ടുണ്ടല്ലോ, ഇത് മൊത്തത്തിൽ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മേൽഭാഗം ഫുള്ള് ഇഷ്ടികയാണല്ലോടാ. മൊത്തം ഇഷ്ടികയാണ്. നമ്മൾ കണ്ടു. അപ്പോൾ ആളുകൾ അതിലൊക്കെ കയറി വരുന്നുണ്ട്. നമുക്ക് അതിൽ കയറി വന്ന് വേണമെങ്കിൽ കാണാം, അതിൻ്റെ താഴത്ത് കൂടെയൊക്കെ പോവാം. അതിന് നമ്മൾ പാർക്കിൽ പോയി ടിക്കറ്റ് എടുക്കുകയൊക്കെ വേണം. നമ്മൾ നോക്കട്ടെ, ചിലപ്പോൾ പോവാം അല്ലേ. ഉറപ്പില്ല, വേണമെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഈ കാഴ്ച അതിൻ്റെ അടിയിൽ പോയാൽ കിട്ടൂലേ, കാരണം അതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ വേണ്ടി പറ്റില്ല. അതിന് നമ്മളിതിൻ്റെ ഏറ്റവും ബാക്കിലേക്കാണ് വന്നിട്ടുള്ളത്. കുറേ മണികൾ തൂക്കിയിട്ടത് പോലെയാണല്ലേ ഡിസൈന് കാര്യമൊക്കെ. നല്ല ഹൈറ്റ് അല്ലേ. ചെങ്ങീനുണ്ട്. ഇനി നമ്മൾ ഇതുവഴി ഇങ്ങനെ ഒന്ന് പോയി നോക്കുവാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന സ്തംഭം അവിടെയാണ്. ഇനി ഇതുവഴി ഒന്ന് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിലെ കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. വലിയ പനകളും ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയേക്കാം. അവിടെ തന്നെ കുട്ടികൾക്ക് ഐറ്റംസ് എല്ലാം മിനി സൂ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ കയറുന്നില്ല. നമ്മൾക്ക് ഇനി ഇതിലെങ്ങനെ ഇങ്ങോട്ട് പോയി നോക്കല്ലടാ. ആ സൈഡ് പിടിക്കാം. ഓ ഗായ്സ്, നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ അടവാണെന്നുള്ളത്. ഇല്ലാന്നാണെങ്കിൽ നമ്മൾക്ക് ഇതാ കാണുന്ന ധർമ്മചക്രങ്ങളൊക്കെ കറക്കാനും മന്ത്രങ്ങൾ ധ്വനിപ്പിക്കാനൊക്കെ വേണ്ടി സാധിച്ചിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾക്കിപ്പോൾ അത് സാധ്യമല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ലോക്കാണ്. നമ്മളുടെ ടൈമാണ്. അതെ, നമ്മൾക്ക് അതിൻ്റെ യോഗമല്ല. അല്ലാന്നാണെങ്കിൽ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ അല്ലാതെ നിൽക്കൂലല്ലോ. നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം അല്ലടാ മോനെ. ഇതേ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. നോ പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ ബനാറസ് സാരി ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ടാണ് ആൾ കൊണ്ടുപോകുന്നത്. പെടുകയാണെങ്കിൽ ഇവിടെ വരുന്ന ആളുകൾ ഒരിക്കലും കൊണ്ട് വരാം. 6,000 people. They make the Banaras sari dress material. Inside making go to the Banaras city, Calcutta, Delhi every year. അങ്ങനെയെങ്കിൽ ബനാറസ് സാരികൾ നമുക്കിവിടെ ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്നാണ്. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ സാരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ എന്താ അവിടെ നിന്ന് ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങോട്ട് എറിയുന്നു. ഡിസൈന് ഇതാണ് ഡിസൈൻ കേട്ടോ ഇതിൻ്റെ. അതായത് ഈ ഒരു ഡിസൈനിലേക്കാണ്. അതായത് നമ്മളുടെ ഇതാണ് സാരി ഉൾഭാഗം, പുറം ഭാഗം അപ്പുറത്താണ്. നമ്മൾ കാഴ്ച ഭാഗം 5 day. Normal sari 5 day making. Heavy sari 10 day, 8 day, 12 day, 10 day making sari. But this normal sari 5 day making. 5 day. മൂപ്പര് പ്രശ്നമൊന്നുമില്ല, നമുക്കത് കാണിച്ചു തന്നു. എന്താ വെച്ചാൽ സാരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം. 700 റുപ്യക്കാണ് സാരിൻ്റെ വില. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് സാരി കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നേ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു വിടൂല. നിങ്ങൾക്ക് അറിയാമല്ലോ, അതിന് നമുക്ക് അത്ര നാട്ടിൽ ഇന്ത്യ ചെല്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേണ്ടാന്നും പറഞ്ഞ് പോന്നേക്കുവാണ്. 700 റുപ്യക്കൊക്കെ നല്ല നല്ല സാരികൾ ഉണ്ടാവാം. എന്തായാലും ഇതുവഴി വരുന്നവർക്ക് ഇതിൻ്റെ നേരെ ബാക്കിൽ തന്നെയാണ് ആ ഒരു ഷോപ്പും അതുപോലെ തന്നെ ആ ഒരു നെയ്ത്ത് കടയൊക്കെ ഉള്ളത്. അതൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം അല്ലേ. ഇപ്പം ഞാനിത് കണ്ടില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ഈ സംഭവം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ്. അപ്പോൾ എന്താ അങ്ങനെ അല്ലേ, അതിന് തൊട്ടടുത്തുള്ള സംഭവം തന്നെയാണ് ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്. ചൈനീസ് ടെമ്പിൾ. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ചൈനയുടെ 1-2 വാക്കുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കാണാം. പിന്നെ ഒരു ചൈന ടൈപ്പിൽ തന്നെയാണ് സംഭവം കിടക്കുന്നത്. ഇതിനകത്തേക്ക് അവിടെ വരെയൊക്കെ ചെരുപ്പിട്ട് പോകാൻ തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല. അതിഗംഭീരമായ കവാടവും അതിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതാ ഇതിലൊക്കെ ധാരാളം പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. മേൽഭാഗത്ത് കൂടെ ഒക്കെ ഉണ്ട്. ഇനി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്കൊക്കെ കയറാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നല്ല രസകരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടതും. പിന്നെ ഒരു ചൈനീസ് മാതൃകയിൽ തന്നെ, പക്ഷേങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ചൈനീസ് മാതൃകയിൽ ചെയ്തതുപോലെയാണ്. അതായത് നമ്മുടെ ഷീറ്റും കൊണ്ടൊക്കെ അല്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്ത സംഭവമാണ്. പിന്നെ നമ്മുടെ അശോക സ്തംഭം കാര്യമൊക്കെ അതവിടെ കിടക്കണം അല്ലേ. പിന്നെ ഇതിനകത്തേക്ക് കയറാം. നമുക്കിവിടെ ചെരുപ്പ് ഊരിയിട്ട് വേണം കയറാം. ചെരുപ്പിട്ട് കയറരുത്. നമുക്കിതിനകത്തേക്ക് കയറാം, പ്രശ്നമൊന്നുമില്ല.
ഇവിടെ സൈലൻസ് കീപ്പ് ചെയ്യണമെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പറയുന്നത്. ഇവിടെ ബുദ്ധൻ്റെ ഒരുപാട് ശിലകൾ, അതുപോലെ ബുദ്ധനെ ഒരുപാട് അലങ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല രസമാണത് കാണാനൊക്കെ വേണ്ടിയിട്ട്. നല്ല ചുവന്ന ഒരിത്, ചുവപ്പും മഞ്ഞയായിട്ടുള്ളത്. കേരള ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാം. നമുക്ക് ഡൊണേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാമറയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ വലിയ തിരക്കും കാര്യമൊന്നുമില്ല കേട്ടോ, അധികം ആളുകളൊന്നുമില്ല. എന്തായാലും ഞങ്ങളും തന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇനി നമുക്കങ്ങനെ പുറത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഏതായാലും ഇതാണ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ, ചൈന ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഞാൻ പാർക്ക് കൂടി കയറിയാലെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറി പോകണം. ഇവിടെ സ്കൂൾ വിട്ടോണ്, കുട്ടികളൊക്കെ അതാ പോണ് അല്ലേ? സൈക്കിളുമായി കുട്ടികൾ പഞ്ചായത്ത് കുട്ടികൾ വന്ന് എല്ലാവരും ഒരേ പോലെ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ പാർക്കിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത് ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണുള്ളത്. അവിടെ ആ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ഇതിനകത്ത് കയറിയിട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്, കണ്ടുകൊണ്ടിരിക്കുവാണ് ഓരോ കാഴ്ചകൾ. ഇവിടെ ഇതിൻ്റെ അകത്ത് എന്ത് സംഭവം ചോദിച്ചാൽ, നമ്മുടെ അശോക സ്തംഭം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എന്താ പറയുക അടിഭാഗം ഇവിടെ ഉണ്ട്. അതിൻ്റെ മേൽഭാഗമാണ് നമ്മളുടെ ഗവൺമെൻറ് ഉപയോഗിച്ചത്. പിന്നെ ആ അറ്റത് കണ്ടോ, ക്ഷേത്രത്തിൻ്റെ അവിടെ പോയപ്പോൾ കണ്ടില്ലേ, ആ സ്തംഭമാണത്. അത് ഇവിടെ നോക്കിയിട്ട് തന്നെ വലുതാണ് സംഭവം. ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരം അവിടെ കാണുന്നു. പണ്ട് കാലത്ത് അശോക ചക്രവർത്തി അല്ലേ, നമ്മളുടെ എന്താ പറയുക അശോക സ്തംഭം ഇന്ത്യയുടെ 4 ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ്, അതായത് ഉയർത്തിയിട്ടുണ്ട്. വേറ്റു അശോക സ്തംഭ പില്ലർ ഉണ്ടോ, പില്ലറായിട്ട് അവിടെ ഇപ്പോൾ ഒരു പില്ലർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്തംഭം അത് ഇല്ല, അത് ഇവിടുത്തെ മ്യൂസിയത്തിലാണുള്ളത്. മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഗ്ലാസ്സൊക്കെ ഇട്ട് ആളുകൾ തൊട്ട് നാസാക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഗ്ലാസ്സൊക്കെ ഇട്ട് സെറ്റപ്പാണ്. പിന്നെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊക്കെ ഇഷ്ടിക ഉപയോഗിച്ചിട്ടാട്ടോ, അതായത് കംപ്ലീറ്റ് ഇഷ്ടിക ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആ ഇഷ്ടിക വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ചെറിയ വർക്കുകളൊക്കെ ആ ഇഷ്ടിക കൊണ്ട് ആ ഒരു ഫില്ലറിലൊക്കെ താഴെ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട്. സംഭവം നിസ്സാരമല്ല ഗൈസ്, അത് അടിപൊളിയാണ്. ഇവിടെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഇതൊന്ന് വായിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ്ട, ഇതാണ് അതിൻ്റെ ഒരു ഇവിടെ നിൽക്കുന്ന സ്തംഭം എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞ പോലെ മ്യൂസിയത്തിലാണ്. അത് ആളുകൾ തൊട്ട് അതുപോലെ തന്നെ കയറി ചവിട്ടിയൊക്കെ നാസാക്കാതെക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഗ്ലാസ് ഇട്ടൊക്കെയാണുള്ളത്. ചുറ്റുഭാഗം ഗ്ലാസ് ഇട്ടേക്കുവാണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 15.25 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവില്ലടാ അല്ലേ? അപ്പോൾ ഇതിൻ്റെ മറ്റു പല ഭാഗങ്ങളും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവാം. അല്ലാതെ 10 കണക്കിന് വേറുള്ള സാധനമാണ്. പിന്നെ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പല നിർമ്മിതികളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് പല ഡിസൈനുകളിലൊക്കെ തന്നെയാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയായിട്ടുള്ള കാര്യം. ഇവിടെ നല്ല രീതിയിൽ മഴ വരുന്നുണ്ട്, ഇടി വെട്ടുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ചുവട്ടും കൂടി ഒന്ന് പോകണോ വന്ന സ്ഥിതിക്ക്? അതിൻ്റെ ചുവട്ടും കൂടി ഒന്ന് പോവാം. പിന്നെ അത് മാത്രമല്ല, ഈ വാരണാസി എന്ന് പറഞ്ഞപ്പോൾ ചരിത്രം നന്നായിട്ട് ഉറങ്ങി കിടക്കുന്ന മണ്ണ് തന്നെയാണത് അല്ലേ? നമ്മൾ ചരിത്രം ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി നോക്കുക കൂടുതലായിട്ട്. അപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ അശോക സ്തംഭത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒട്ടനവധി നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമുക്കത് ഒരു അത്ഭുതകരമായിട്ടൊരു കഥ വായിക്കുന്നത് പോലെ വായിക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം. ഇത് മുളകണ്ട കുട്ടി എന്ന് പറയുന്നത് ഇതൊരു ക്ഷേത്രമാണ്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്ഷേത്രാവശിഷ്ടമായി കിടക്കുകയാണ്. അതായത് ബുദ്ധൻ ധ്യാനത്തിൽ ഇരുന്നിരുന്ന സ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. നമുക്ക് കയറാം, പക്ഷേ ചെരുപ്പൊക്കെ നൂരി കയറുന്നത് നന്നായിരിക്കും. കുഴപ്പമൊന്നുമില്ല. നമ്മൾക്കിപ്പോൾ ഇത് നശിച്ചു, പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ഇത് നശിപ്പിക്കാൻ പാടില്ല അല്ലേ? ചരിത്രം ഇറങ്ങുന്ന സ്ഥലമാണ്. ഫുള്ളായിട്ട് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതാണ്. ഫുള്ളായിട്ട് ഇഷ്ടികയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ഫില്ലറുകളൊക്കെ കല്ലുകൊണ്ടാണ്, കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബാരിക്കേഡ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ 2 ഫില്ലറുകൾ ഇവിടെ കാണാം. അതിനകത്തേക്ക് അങ്ങനെ ഒരു റൂം പോലെ എന്തോ ആണല്ലോടാ. അതിനെക്കുറിച്ച് വ്യക്തമല്ല. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള സംഭവമായിരുന്നു എന്നൊക്കെ അല്ലേ പറയുന്നുണ്ട്. പൊളിഞ്ഞാകെ പോയില്ലേ. ഒരുപാട് നിർമ്മിതികളുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒക്കെ ഇങ്ങനെ ആ ഒരു ലെവലിൽ തന്നെ ഇപ്പോൾ നിൽക്കുവാണെങ്കിൽ കാണാൻ തന്നെ വേറെ വൈബായിക്കാരം. ഓൻ്റെ മക്കളെ ദമേക്ക് സ്തംഭത്തിൻ്റെ താഴത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്.
അടിപൊളി സെറ്റാണ്. കാരണം ഇവിടെയൊക്കെ ഗാർഡനും കാര്യമൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു അനുഭൂതി, കണ്ണിന് കുളിരേകുന്നത് പോലെയുള്ളൊരു കാഴ്ചയാണ്. കാരണം അതിലൊക്കെ ഇങ്ങനെ പച്ചപ്പായതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അല്ലടാ. പൂക്കൾ മണക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇത് മക്കളെ ഇത് നമ്മൾ വിട്ടുനിന്ന് കണ്ടാൽ മാത്രം പോരാ, അവിടുന്ന് കാണുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ മതിപ്പ് അറിയണില്ല സത്യം പറഞ്ഞാൽ. ഇത് ഇത്ര വലിപ്പത്തിൽ സംഭവം കിടക്കുന്നുണ്ട് തന്നെ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ താഴത്ത് വന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവിടെ നിന്ന് ഇവിടെ ഒരു വരിക്കാടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചാൽ ആളുകൾ അകത്തേക്ക് പോകാതിരിക്കാൻ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പും പുല്ലും പൂടും. അതിനാണ് കാര്യമായിട്ട്. ഇപ്പോൾ ഇതുമലൊക്കെ ഈ കല്ലുകളിലൊക്കെ ഇവിടെ താഴ്ത്തി ഞങ്ങൾ പറയുന്നതല്ല കല്ലുകളാണ്. ഈ കല്ലുകളിലൊക്കെ ധാരാളം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പടുക്കൂട്ട് നിർമ്മിതി തന്നെയായിട്ട് ഇതൊക്കെ ഇത്രത്തിലേക്ക് നിർമ്മിക്കുന്നു പറഞ്ഞാൽ തന്നെ അല്ലേ. സംഭവം അടിപൊളിയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല. ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അതിൻ്റെ ചോട്ടിൽ വന്ന് തന്നെ ഇത് അതൊന്ന് കാണണം. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഞങ്ങൾ നേരെ ഇനി റൂം സൈഡ്, റൂമല്ല നമ്മുടെ വണ്ടി സൈഡ് അല്ലേ, വണ്ടീൻ്റെ അടുത്തേക്ക് പോകണം. നമ്മുടെ വണ്ടീനെയുള്ള നമ്മുടെ റൂം. വണ്ടീൻ്റെ അവിടെ പോയിട്ട് വണ്ടീൻ്റെ അടുക്ക് എത്തൂല, അതിന് മുന്നേ നമുക്ക് ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാം അല്ലടാ. ഭക്ഷണം കഴിച്ചില്ലേ? ഇപ്പോൾ 1:15 ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കിട്ടുക നമ്മൾക്ക് ഓട്ടോകൾ കിട്ടണം. 10ഉം 20നും ഓട്ടോകൾ കിട്ടിയിട്ട് അങ്ങ് റെയിൽവേ സ്റ്റേഷൻ എത്തണം. അവിടെ നിന്ന് പിന്നെ അസീഘട്ട് എത്തണം. അവിടെ നമ്മുടെ വണ്ടി ഇറക്കണം അല്ലേ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾക്ക് 10ഉം 20ഉം ഒക്കെ ആയിട്ട് ഓട്ടോയ്ക്ക് ഒരു 3-4 വണ്ടിയിൽ കയറിയിട്ടാണ് ഞങ്ങളിവിടെ എത്തുന്നത്. ഇതിലെ ഓട്ടോറിക്ഷ കടത്തി വിടൂല എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേങ്കിൽ എന്നാലും ഓട്ടോകളൊക്കെ പോകുന്നുണ്ട്. ചില വണ്ടി ഇതുപോലത്തെ വണ്ടികളൊക്കെ ഉണ്ട്. ഇത് ധാരാളം കച്ചവടങ്ങളൊക്കെ ആയിട്ട് വളരെ തിരക്കാണ് കഴിച്ചത്. വാരണാസി എന്ന് പറഞ്ഞാൽ തിരക്ക്. ഇവിടെ ഇങ്ങനെയാണ്. ഇതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇവിടെ സംഭവിക്കാനില്ല. സംഭവിക്കായിരിക്കും, ഭാവിയിൽ സംഭവിക്കായിരിക്കും. പക്ഷേങ്കിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്. സൈക്കിൾ റിക്ഷ അത് ഇതിൽ ധാരാളം ഉണ്ട്. ഇവിടെ അധികം ആളുകളും ചെറുകിട ഓട്ടത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണത്. ഏത് തിക്കും തിരക്കിലൂടെയും അവർ സഞ്ചരിക്കും. നമ്മൾക്കതിൽ പോകാൻ വലിയ ചാർജൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിതുവരെ ചോദിച്ചിട്ടില്ല, ചോദിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. നമ്മൾക്ക് അപ്പോഴേക്കും ഓട്ടോകൾ കിട്ടുന്നതുകൊണ്ട് നമ്മളങ്ങനെ ഓട്ടോ ആകുമ്പോൾ ഒന്നുകൂടി സ്പീഡിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും എത്തിപ്പെടാൻ വേണ്ടി പറ്റും. കാര്യം എന്തൊക്കെയായാലും നമ്മൾക്ക് ഈ ഒരു സൈക്കിൾ റിക്ഷ കാണുമ്പോൾ ഭയങ്കര ഇറങ്ങിയാറല്ലേ തോന്നണേ. ഇവരുടെ ഒരു ബുദ്ധിമുട്ട്, ഒരു കഷ്ടപ്പാടുണ്ടല്ലോ. ചവിട്ടിയിട്ടാണല്ലോ. ഓട്ടോറിക്ഷ പോലെ ഗിയർ മാറ്റി ആക്സിലേറ്റർ കൊടുത്താൽ ക്ലച്ച് പിടിച്ച് ഗിയർ മാറ്റി ആക്സിലേറ്റർ കൊടുത്താൽ പോണ പോലെ അല്ലല്ലോ. കാലുകൊണ്ട് അങ്ങനെ ചവിട്ടണ്ടേ അല്ലേ. ആ ബാക്കിൽ നിൽക്കുന്ന ആളുകളുടെ വെയിറ്റും വെച്ച് വരിയായിട്ട് പോകണുണ്ടെങ്കിൽ എത്രയോ പോകുന്നത്. ഇതൊക്കെ മന്ദിറിലേക്കാണ്, അതായത് ഇതൊക്കെ ടെമ്പിളിലേക്കാണ് ഇവരൊക്കെ പോകുന്നത്. ഏതായാലും ടെമ്പിളിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് തന്നെ ഒരു അതിഗംഭീര വലിയ വലിയ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെയും റൂമുകളൊക്കെ ഉണ്ട്. റൂമും കാര്യമൊക്കെ ഉണ്ട്. ഓരോരോ ഹായ് കിടക്കട്ടെ ഹായ്. അതെന്താ വെച്ചാൽ ഇതുവഴി നമ്മൾ നടക്കുമ്പോൾ ധാരാളം ഇതൊരു മാർക്കറ്റ് പോലെയാണ്. അതായത് ഫുഡുണ്ട്, പിന്നെ ആവശ്യ സാധനങ്ങളുണ്ട്, അത്യാവശ്യത്തിലേറെ ഹോർണടി ഉണ്ട്. ജനങ്ങളാണെങ്കിലോ എത്രയോ ഒരു 10,000 പറഞ്ഞാൽ പോരാ, അതിൻ്റെ മേലെ പറയണം, അത്രയും ജനങ്ങളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ചവിട്ടാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തള്ളിയാണ് കൊണ്ടുപോകുന്നത്. കുടുംബം നോക്കാനാണല്ലോ അവർ ഈ കഷ്ടപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് കാണുമ്പോൾ ഇടങ്ങാറാണ്. പക്ഷേ ഇവരുടെ തൊഴിലിതാണ്, ഇവരത് ചെയ്യുന്നു അല്ലേ. ഓലിക്കത് ശീലമായി. കാണുന്നതാണ് ഗ്യാൻവാപ്പി മസ്ജിദ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാനും വല്ലാതെ സംസാരിക്കണമൊന്നുമില്ല, അതിനെക്കുറിച്ച് നമുക്ക് വല്ലതും അറിയില്ല. ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ അസീഘട്ടിലേക്ക് പോകണം. അസീഘട്ട് കിട്ടാലോ വണ്ടി പാർക്കിങ് ഒരു ഇവിടെ അസീഘട്ടിക്ക് 3 കിലോമീറ്ററോളം പോകാണ്ട്. ഇവിടെ ആണെങ്കിൽ മഴ പെയ്തു വയസ്സ്, ഇവിടെ മഴ പെയ്തു. മഴയാണ്. ഈ മതിൽക്കെട്ടിനകത്ത് ഇപ്പം ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് കയറിയതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു മതിൽക്കെട്ടിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് പള്ളി എന്താ പറയുക ഗ്രില്ലൊക്കെ ഇട്ട് ഇങ്ങനെ അടച്ചു വെച്ചേക്കുവാണ്. അതൊക്കെ നമ്മൾക്ക് ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്ന ആളുകൾക്ക് അതൊക്കെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ
എല്ലാ നല്ല രീതിയിൽ ചെക്കിംഗ് ആണ്. മൊബൈലോ ക്യാമറയോ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്സെറ്റോ അത്തരത്തിൽ ഡിജിറ്റൽ വാച്ച് തുടങ്ങിയവ ഒന്നും അങ്ങോട്ട് കയറ്റൂല. എല്ലാം നമ്മളിവിടെ ഊരി വെക്കണം. ഏതായാലും ഞങ്ങൾ സ്ട്രീറ്റിലൂടെ അങ്ങനെ പോവാണ്. നമുക്ക് അത്യാവശ്യം ദൂരം പോകാണ്ട്, 2-3 കിലോമീറ്റർ പോകാണ്ട്. ഞങ്ങൾ നടക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അല്ലടാ, നടന്നാൽ മതി. സത്യം പറഞ്ഞാൽ മഴയും കൂടിയും പെയ്തപ്പോൾ ഉള്ള വൃത്തി കൂടിയും കുറഞ്ഞു നോക്കുമോ. മഴ പെയ്തപ്പോഴേ ആകെ ഇരപ്പായിട്ടോ. ഏതായാലും വേഗം നടന്നു. ഞങ്ങൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് നടന്നാൽ നമ്മൾക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റും. തിരക്ക് 3 കിലോമീറ്ററാണ് നമ്മൾ നടക്കുന്നത്. നമ്മളെന്താ വെച്ചാൽ ഗട്ട് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഞങ്ങളുടെ ഇവിടെ. അപ്പോൾ ഈ ലാസ്റ്റ് ദിവസം ഇതിലേക്കൊരു എന്താ പറയുക സ്ട്രീറ്റിലൂടെയൊക്കെ നടന്ന് അങ്ങനെ ഗട്ടിലേക്ക് നടന്ന് പോകാമെന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും ഇല്ലാത്തതൊന്നുമില്ല, എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തവർക്ക് ഇവിടുന്ന് എവിടേക്കും പോകണ്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം ഇതിനകത്ത് കൂടെ തന്നെ ഉണ്ട്. ഹായ്, എല്ലാം ഇതിനകത്ത് കൂടെ തന്നെ ഉണ്ട്. ഡ്രസ്സായാലും ഇനിയിപ്പോൾ പലചരക്കായാലും ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറി ആയാലും ഒക്കെ ഇതിനകത്ത് കൂടെ ഉണ്ട്. അത് ഇവരൊക്കെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളുകളായിരിക്കും കേട്ടോ. നമ്മൾ ക്ഷേത്രത്തിന് റിട്ടേൺ ആണ്, നമ്മൾ തിരിച്ചു പോകാണല്ലോ. പിന്നെ ഇയാളെ വരവ് കണ്ടോ, അതായത് പോലത്തെ ബൈക്കുകാരും ഉണ്ട്. അവരെ കൊണ്ടും സത്യം പറഞ്ഞാൽ തൊല്ലയാണ്. ഈ ഒരു ചെറിയ ഇടവഴിയിലൂടെ അങ്ങനെ പോവാം. ഇത് സത്യം പറഞ്ഞാൽ പോകുന്നത് വലിയൊരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കണ്ടോ, മുട്ടായികൾ കംപ്ലീറ്റ് മിഠായികളാണ്. ഇരുട്ടങ്ങനെ ഇരിക്കും, അവരിട്ട് അങ്ങനെ കൊടുക്കും. അല്ലടാ, ഇതാണ് തുണിക്കടയാണ് അല്ലേ. ഏതായാലും സൂപ്പറായിട്ടുണ്ട്. ഇതൊരു തുണിക്കടയാണ് ഈ കാണുന്നത്. എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പ് തന്നെയാണ്, ഒരു മാർക്കറ്റ് തന്നെയാണ് ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഓണാക്കിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഗൂഗിൾ മാപ്പ് ഓണാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നടന്ന് പോണത് വരെ ഇതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പ്, ഏത് വഴി നടന്നു പോകണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്തി അല്ലേ. എന്നാൽ വണ്ടി തുറക്ക്. അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കുള്ള രീതിയിൽ വണ്ടികളൊക്കെ പാർക്കായിട്ടുണ്ട് കേട്ടോ. ഇവർക്കല്ല വരുമാനം അവിടെ. പാർക്കിംഗ് ഫീസ് ജാതിയല്ലേ. കയറി എരികട കുട്ടാ. ഏതായാലും ഇവിടെ ഇരുടായി, ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയിലാണ് അല്ലേ. കുക്കൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ബെഡൊക്കെ സെറ്റാക്കി കുക്ക് കിടന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പാർക്കിങ്ങിൽ അധികം വണ്ടികളൊന്നും ലോക്കൊക്കെ പോയി. ഇപ്പോൾ നമ്മളുടെ തീരെ അതായത് ആസിഘട്ടിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ആളുകൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ അവിടുത്തെ തിരക്കൊന്നും അവസാനിച്ചില്ല. ഇനി ഞാനും കൂടി കയറിയിട്ട് ഇവനെ കിടക്കുന്ന പോലെ ഇവിടെ ഒതുങ്ങി കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങാം അല്ലേ. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോയുടെ ചോദിൻ്റെ ചെയ്യാം. ഓക്കെ, ബൈ.